ഹലോ ഗേയ്സ്, ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ BGMA ഒഫീഷ്യൽ ഇവന്റുള്ള BGAസിന്റെ വാച്ചിങ് ആ ഒരു ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഏകദേശം 485K പ്ലസ് വാച്ചിങ് ആണ് ഇത്തവണ നമുക്ക് ഒഫീഷ്യൽ ഇവന്റിൽ കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ BMPSൽ ഇതിൽ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് നമുക്ക് ഒഫീഷ്യൽ ഇവന്റിൽ കാണാനായിട്ട് സാധിച്ചു. ഇനി വരാനിരിക്കുന്ന BMPSൽ എത്രത്തോളം വ്യൂവർഷിപ്പ് ഉണ്ടാവുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു ഇൻഫോ നമ്മൾ BGMAയുടെ തേർഡ് പാർട്ടി ഇവന്റുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്റ്റർഷി സ്പോർട്സും റൂട്ടറും കണ്ടക്ട് ചെയ്യുന്ന ചിൽസ് കപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ക്വാർട്ടർ ഫൈനൽസിന്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പ് എയുടെ മത്സരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. K9 സ്പോർട്സിന്റെ ഒരു ഡോമിനേറ്റിംഗ് ആൻഡ് അഗ്രസീവ് ലെവൽ പെർഫോമൻസ് ആണ് നമുക്ക് ഇന്നലെ അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 1 തന്നെ 23 ഫിനിഷസോട് കൂടിയുള്ള ഒരു 30 ബമ്പർ പെർഫോമൻസ് ആണ് K9 അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സ്ലഗ് സോളോ 8 ഫിനിഷസും സ്വന്തമാക്കി. പിന്നീട് മാച്ച് 3 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവിടെ ബീസ്റ്റിന്റെ വക 6 ഫിനിഷും മാച്ച് 4 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവിടെയും ബീസ്റ്റിന്റെ വക 6 ഫിനിഷ്. ആ ഒരു അഗ്രഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ക്വാർട്ടർ ഫൈനൽസ് ആണെങ്കിൽ പോലും ആ ഒരു ലെവലിൽ ഡോമിനേഷൻ നമുക്ക് K9ന്റെ ഭാഗത്ത് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ 6 മാച്ചുകളിൽ 3 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 86 പോയിന്റുമായിട്ട് പോയിന്റ് ടേബിളിൽ ടോപ്പ് തന്നെ K9 നിൽക്കുന്നുണ്ട്. സെക്കൻഡ് RNTX നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ മാച്ചിൽ 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ടീം സ്വന്തമാക്കുന്നത്. 58 പോയിന്റുമായിട്ടാണ് ആ ഒരു രണ്ടാം സ്ഥാനത്ത് RNTX നിൽക്കുന്നത്. അവരുടെ ടീമിൽ നിങ്ങൾക്കറിയാം ട്രയൗട്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുവരെ പ്ലേയേഴ്സിന്റെ അനൗൺസ്മെന്റ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലേയേഴ്സ് ആണ് RNTXൽ കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ നിന്നും ടോപ്പ് 8 ടീമുകളാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുന്നതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രൂ റിപ്പേഴ്സും ഗോഡ്സ്ട്രെയിനും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടില്ല. അവര് പുറത്തായിരുന്നു നമുക്ക് ഈ ഒരു പോസിറ്റീവ് നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ മലയാളി ടീമുകളുടെ നോക്കുകയാണെങ്കിൽ എറർ സ്പോർട്സ് 12ാം സ്ഥാനത്തും റോയൽ എംപറർ 14ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത്. ആ 2 ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആവാതെ പുറത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള റൗണ്ടുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ ഇന്നു മുതൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മുടെ LHS ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം അടിപൊളിയായിട്ട് അവർ കളിക്കുന്നുള്ളത്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ്സ്ട്രെയിൻ അവരുടെ CS2 ലൈനപ്പിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ചൈനയിൽ പോയിട്ട് CS2യുടെ ഇവന്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ അത്ര വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷമാണ് നമ്മുടെ CS2 ലൈനപ്പിനെ ഗോഡ്സ്ട്രെയിൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള. ഈ ഒരു റിലീസിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു CS2 ഫുള്ളി ഡെഡ് ആവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ലൈനപ്പ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ SA2ൽ അവരുടെ വേലറൻ ലൈനപ്പിലേക്ക് പുതിയൊരു പ്ലെയറിനെയും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. വേലറിന്റെ നിങ്ങൾക്കറിയാം SA2ൽ 1 ഡൗൺഫോൾ ആണ് നേരെ, അല്ലെങ്കിൽ വലിയ ലെവലിലുള്ള പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് 2 വരാനിരിക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഒരു പ്ലെയറിനെയും കൂടി വേലറൻ ലൈനപ്പിലേക്ക് SA2ൽ ആഡ് ആക്കിയിട്ടുള്ളത്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ CODM ചൈന മാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ്സിന്റെ ഡേ 1 ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗോളിലേക്ക് വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഈ ഒരു ഇന്റർനാഷണൽ ലെവലിൽ CODMൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് ടീമായുള്ള SPGA 4-1 പ്ലേ ഓഫ്സിന്റെ മാച്ചുകളിൽ നമ്മളുടെ ഗോളിലേക്ക് ഇന്നലെ തോൽപ്പിച്ചു വിട്ടത്. വേറെ ലെവൽ പെർഫോമൻസ് തന്നെ ഗോളിലേക്കിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതും അവരുടെ ഒരു മെയിൻ പ്ലെയർ വിസായിഷു കാരണം ടീമിന്റെ ഒപ്പം പ്ലാൻ ഇവന്റിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. എന്നിട്ട് പോലും ഗോളിലേക്ക് ആ ഒരു ചൈനീസ് ടീമിനായിട്ടുള്ള SPGA തോൽപ്പിച്ച് കളയാണ് ചെയ്തത്. വേറെ ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. CODMൽ ഏകദേശം 25Kക്ക് മുകളിൽ വാച്ചിങ് ആണ് ഇന്നലെ യൂട്യൂബിൽ നമുക്ക് ഗോളിലേക്കിന്റെ ആ ഒരു വാച്ച് പാർട്ടിയിൽ കാണാനായിട്ട് സാധിച്ചത്. ഇപ്പൊ എല്ലാ പ്ലേയേഴ്സും അല്ലെങ്കിൽ ഏകദേശം വ്യൂവേഴ്സ് ഒക്കെ BGMA അല്ലാതെ ബാക്കിയുള്ള ഗെയിമേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ ഗോളിലേക്ക് വലിയൊരു അച്ചീവ്മെന്റിലേക്കാണ് പോകാനിരിക്കുന്നത്. ഇനി ഈ ഒരു വിന്നോട് കൂടിയിട്ട് അപ്പർ ബ്രാക്കറ്റ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. അവിടെ വൂൾസിനെ 3-ാം തീയതി മാച്ച് വരുന്നുണ്ട്. വൂൾസിനെ അവിടെ തോൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് നമുക്ക് ഗോളിലേക്ക് എത്തുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ആ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ആ ഒരു ട്രോഫി നമ്മുടെ ഗോളിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ ഇല്ലേ എന്നുള്ളത്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളിൽ ഇതാ പുതിയ പ്ലെയർ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ബാക്ക് ടു ഹോം ഗോബ്ലിൻ ഇതാ തിരിച്ച് സോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 3 വർഷത്തിന് ശേഷമാണ് ഗോബ്ലിൻ ഈ സോളിന്റെ ലൈനപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. മാന്യയുടെ കൂടെ ഇനി ഗോബ്ലിന്റെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ 4-man റോസ്റ്റേഴ്സ് ആയിട്ടുണ്ട്. മേ ബി ഒരു പ്ലെയറുടെ അനൗൺസ്മെന്റ് കൂടി നമുക്ക് സോളിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ BGAസിൽ അണ്ടർഡോഗ് ലൈനപ്പ് അല്ലെങ്കിൽ റേസിംഗ് സ്റ്റാർ ലൈനപ്പ് ഭയങ്കര ഒരു ഡോമിനേറ്റ് ചെയ്ത റേസിംഗ് സ്റ്റാർ ലൈനപ്പ് ആയിരുന്നു SOA eSports എന്ന് പറയുന്നത്. അവരിത് അവരുടെ ആ ഒരു ലൈനപ്പിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ലൈനപ്പ് ഏത് ഓർഗിലേക്കാവും പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അത്യാവശ്യം
T1 ലെവലിലുള്ള നല്ലൊരു ഓഫർ തന്നെ ഈ ഒരു ടീമിന് കിട്ടിയിട്ടുണ്ടാവും. T1 ലെവലിലേക്ക് ഇവരുടെ നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കാരണം അവർ ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ ഇവന്റ് കളിക്കുന്നത്. അതിൽ തന്നെ ലാൻഡ് ഫൈനൽസിലേക്ക് എത്തി നല്ലൊരു അത്യാവശ്യം ആവറേജ് പെർഫോമൻസും അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ഇനി നല്ല ഓഫറുകൾ കിട്ടി വലിയ ലെവലിലേക്ക് അവർ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ സിൻസിനാറ്റി കിഡിലും ഇതാ ഒരു പ്ലെയറിനെ അവർ റിലീസ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു മാർക്കി പ്ലെയർ ആയുള്ള ആദിത്യയെ സിൻസിനാറ്റി കിഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി ആദിത്യ ഏത് ടീമിലേക്കാവും പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും അടുത്ത വീക്കോട് കൂടിയിട്ട് നമ്മുടെ സ്കൈ സ്പോർട്സിന്റെ ഇവന്റ് വരുന്നതോട് കൂടിയിട്ട് തന്നെ അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ ലൈനപ്പ് അനൗൺസ്മെന്റുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ അടുത്തൊരു ബൈ ഗൈസ്.